ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അപ്പോൾ അത്തരം ചില കോമൺ മിസ്റ്റേക്സ് ആണ് ഇന്നത്തെ ടോപ്പിക്. ഐ വെൻറ്റ് ദർ ബിഫോർ 5 days. ഐ മെറ്റ് ഹെർ 10 days ബിഫോർ എന്നിങ്ങനെയൊക്കെ നമ്മൾ സെൻറ്റൻസുകളിൽ ബിഫോർ യൂസ് ചെയ്യാറുണ്ട്. ഐ മെറ്റ് ഹെർ 5 days ബിഫോർ, അതല്ലെങ്കിൽ ഐ മെറ്റ് ഹെർ ബിഫോർ 5 days എന്ന് പറഞ്ഞാൽ അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ബിഫോർ എന്നത് അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. അവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ഐ മെറ്റ് ഹെർ 5 days എഗോ എന്നാണ്. ഐ വെൻറ്റ് ദർ 5 days എഗോ. മനസ്സിലായില്ലേ? ബിഫോർ അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പിന്നെ ബിഫോർ ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ബിഫോർ ഉപയോഗിക്കേണ്ടത് ഒരു ഈവൻറ്റിന് മുൻപ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫങ്ഷന് മുൻപ്, ബിഫോർ ദി ഫങ്ഷൻ. ആക്സിഡൻറ്റിന് മുൻപ്, ബിഫോർ ദി ആക്സിഡൻറ്റ്. മീറ്റിങ്ങിന് മുൻപ്, ബിഫോർ ദ മീറ്റിംഗ്. ട്രിപ്പിന് മുൻപ്, ബിഫോർ ദ ട്രിപ്പ്. ഐ സോ ഹിം ബിഫോർ ദി ആക്സിഡൻറ്റ്, അത് കറക്റ്റാണ്, അവിടെ ബിഫോർ ഉപയോഗിക്കാം. ഐ വെൻറ്റ് ദർ ബിഫോർ ദ മീറ്റിംഗ്, ഞാനവിടെ പോയി. ബിഫോർ ദ മീറ്റിംഗ്, മീറ്റിങ്ങിന് മുൻപ് ഞാനവിടെ പോയി. ബിഫോർ ഹിസ് ഡിമൈസ്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപ്, ബിഫോർ ഹിസ് ഡിമൈസ്. ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുൻപ്, ബിഫോർ പർച്ചേസിങ് ദ ഫ്ലാറ്റ്. കൈ കഴുകുന്നതിന് മുൻപ്, ബിഫോർ വാഷിംഗ് ദ ഹാൻഡ്സ്. ഇവിടെ വരുന്നതിന് മുൻപ്, ബിഫോർ കമ്മിങ് ഹിയർ. അവിടെ പോകുന്നതിന് മുൻപ്, ബിഫോർ ഗോയിങ് ദർ. ഇതൊക്കെ ബിഫോർ ഉപയോഗിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ 5 മാസം മുൻപ്, 5 ദിവസം മുൻപ്, 5 ആഴ്ചകൾ മുൻപ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബിഫോർ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ എഗോ ആണ് ഉപയോഗിക്കേണ്ടത്. ജാനുവരിക്ക് മുൻപ്, ബിഫോർ ജാനുവരി ഉപയോഗിക്കാം, കറക്റ്റാണ്. 2023 അതിന് മുൻപ്, ബിഫോർ 2023. പക്ഷേ 2 ദിവസം മുൻപ്, അവിടെ ഉപയോഗിക്കേണ്ടത് 2 days എഗോ. 2 days ബിഫോർ അല്ല, അല്ലെങ്കിൽ ബിഫോർ 2 days, അത് റോങ് ആണ്. 2 days എഗോ, 2 ദിവസം മുൻപ്. 2 months എഗോ, 2 മാസം മുമ്പ്. 2 years എഗോ, 2 കൊല്ലം മുൻപ്. 2 മാസം മുൻപ് ഞാൻ ഒരു ബുക്ക് വാങ്ങി. ഐ ബോട്ട് എ ബുക്ക് 2 months എഗോ. അവിടെ 2 months ബിഫോർ ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്ത ഒരു മിസ്റ്റേക്ക് അപ്രോച്ച് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴാണ്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കം നിയർ എന്നാണ്, സമീപിക്കുക, അടുത്തേക്ക് വരിക എന്നാണ്. ചില ആളുകൾ അപ്രോച്ച് എന്ന വേർബിൻ്റെ കൂടെ നിയർ ഉപയോഗിക്കാറുണ്ട്. ദ ട്രെയിൻ ഈസ് അപ്രോച്ചിങ് നിയർ ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. അവിടെ നിയർ എന്ന വാക്ക് അപ്രോച്ച് എന്ന ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ദ ട്രെയിൻ ഈസ് അപ്രോച്ചിങ് ദ സ്റ്റേഷൻ എന്ന് മതി. ദ ട്രെയിൻ ഈസ് അപ്രോച്ചിങ് ദ സ്റ്റേഷൻ. ദ ട്രെയിൻ അപ്രോച്ച് ദ മെയിൻ ലൈൻ. ട്രെയിൻ അത് അടുത്തേക്ക്, അത് കെയിം നിയർ എന്നാണ് അവിടെ മീനിങ്. അവിടെ നിയർ എന്ന വാക്ക് അപ്രോച്ച് എന്ന വാക്കിൽ തന്നെ ഉണ്ട്. അവിടെ അപ്രോച്ച് നിയർ എന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇനി വേറൊരു മിസ്റ്റേക്കാണ് റിട്ടേൺ ബാക്ക്. റിട്ടേൺ എന്ന വാക്കിൻ്റെ കൂടെ ബാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഐ വിൽ റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഐ വിൽ റിട്ടേൺ എന്നേ ആവശ്യമുള്ളൂ. ഐ വിൽ റിട്ടേൺ ബാക്ക് ടു മൈ ഹൗസ്, അത് റോങ് ആണ്. ഐ വിൽ റിട്ടേൺ ടു മൈ ഹൗസ്. ഐ വിൽ റിട്ടേൺ ബാക്ക് ദ മണി, ഞാൻ മണി റിട്ടേൺ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ബാക്ക് എന്ന വാക്കിൻ്റെ ആവശ്യമില്ല. ഐ വിൽ റിട്ടേൺ ദ മണി. റിട്ടേൺ എന്ന വാക്കിൽ തന്നെ ഉണ്ട് ബാക്ക് എന്ന ആ ഒരു മീനിങ് കൂടി. കം ബാക്ക് എന്ന് പറയാം, സെൻഡ് ബാക്ക് എന്ന് പറയാം, ഗോ ബാക്ക് എന്ന് പറയാം. പക്ഷേ റിട്ടേൺ ബാക്ക് എന്ന് പറയാൻ പാടില്ല. ഐ വിൽ കം ബാക്ക് ടു മൈ ഹൗസ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും, മടങ്ങി വരും. അതിന് ഐ വിൽ റിട്ടേൺ ടു മൈ ഹൗസ്. അപ്പോൾ ഹീ റിട്ടേൺഡ് ബാക്ക് റോങ് സെൻറ്റൻസ് ആണ്. ഹീ റിട്ടേൺഡ് എന്ന് മതി. ഇനി വേറൊരു വാക്കാണ് റിപ്പീറ്റ്. റിപ്പീറ്റ് എന്നാൽ ആവർത്തിക്കുക. പക്ഷേ പലപ്പോഴും പല സെൻറ്റൻസുകളും പറയുമ്പോൾ ചില ആളുകൾക്ക് ഉപയോഗിക്കാറുണ്ട് റിപ്പീറ്റ് ഇറ്റ് എഗെയിൻ എന്ന്. അപ്പോൾ റിപ്പീറ്റ് എന്ന വാക്കിൻ്റെ കൂടെ എഗെയിൻ ആവശ്യമില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് എഗെയിൻ. റിപ്പീറ്റ് എന്ന ആ വാക്കിൽ തന്നെയുണ്ട് എഗെയിൻ എന്ന വാക്ക്. സേ ഇറ്റ് എഗെയിൻ.
ഡു ഇറ്റ് എഗെയിൻ, റീഡ് ഇറ്റ് എഗെയിൻ എന്നൊക്കെ പറയാം. പക്ഷേ റിപ്പീറ്റ് ഇറ്റ് എഗെയിൻ എന്ന് പറയാൻ പാടില്ല. പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് എഗെയിൻ എന്ന് പറഞ്ഞാൽ റോങ്. ചില കോമൺ മിസ്റ്റേക്സ് മനസ്സിലായല്ലോ. ഈ മിസ്റ്റേക്സ് ഒന്നും ഇനി വരുത്തരുത് കേട്ടോ.